ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വീട്ടിൽ എല്ലാവരും ഉണ്ട്. നമുക്ക് നല്ല സദ്യ കഴിച്ചാലോ. മലക്കൊക്കെ പോയി വന്നിട്ട് ഒരു സദ്യ കഴിക്കുക എന്നുള്ള പൂതി. സദ്യ എന്ന് പറഞ്ഞാൽ സാമ്പാർ, ഒരു പേരി, ഒരു അച്ചാർ, പപ്പടം, പിന്നെ അവിയൽ, കൂട്ടുകാരി ഉണ്ടെങ്കിൽ കൂട്ടുകാരിക്ക് ഇനിയിപ്പോൾ കൂട്ടുകാരി ഉണ്ടോ എന്നറിയില്ല. എന്താ കണ്ടോ തേങ്ങ, തേങ്ങ ഉണ്ടെങ്കിൽ ഓക്കെ, തേങ്ങയെങ്കിൽ തേങ്ങ എന്തെങ്കിലും ആവട്ടെ ഗൈസ്. അമ്മക്ക് ആവുന്നില്ല, അമ്മ ഗൈസ് അടുക്കളയിൽ നമുക്ക് കഷ്ടപ്പെടുന്നു. തേങ്ങ ചെരി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ അമ്മയൊക്കെ ചെയ്യുന്ന വർക്കുകളൊക്കെ, അമ്മയുടെ ഒക്കെ കഷ്ടപ്പാട് നിങ്ങൾ കാണിച്ചു തരുന്നത്, അതാണ് എൻ്റെ ഒരു സന്തോഷം. കഷ്ടപ്പെടുന്നത് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അതാണ് എൻ്റെ സന്തോഷം. ഒരാൾ ബേക്കറി ഇതാകണ്ട, എന്തോ പരിപാടി ഉണ്ട്, നമുക്ക് നോക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് വിറക് കണ്ടോ, ഓരോ പണി നമ്മൾ ചെയ്യണം, ഒക്കെ വെട്ടിമുറിക്കുക. അപ്പം ഇന്ന് പണികൾ തരികയാണ് ഗൈസ്. അതിന് സുഖമല്ല. നനഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ഇപ്പം അമ്മയുടെ അടുത്ത് നിന്നാൽ നമുക്ക് ഒരുപാട് പണി തരും. എന്ത് തല കറപ്പിക്കുന്ന വയസ്സായി അമ്മയെ. നിങ്ങൾ മലക്കൊക്കെ പോയി എല്ലാവരും കണ്ട്, നിങ്ങൾ പ്രായമാണ്, ഇനി മുടിയൊക്കെ നരപ്പിച്ചിട്ടില്ല അല്ലിച്ചാ, മടി നരപ്പിച്ചത് അവിടെ ഗൈസ് ഒരാളതാ എന്തോ പണിയിലാണ്. എന്താണടാ പേരിക്കില്ല എന്തോ ഐറ്റംസ് ആക്കുന്നുണ്ട്. അപ്പോൾ എന്താ ജിഞ്ചോ വാങ്ങാനുള്ളത്? തൈര്, മുരിങ്ങക്കായ്, വലിയ കഥയൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പം അവിയലിനുള്ള എന്തൊക്കെയോ സംഭവം വാങ്ങാണ്ടത്. തൈര്, കയ്പ. അപ്പോൾ അവിയലിനുള്ള സാധനം എനിക്ക് പോയി മേടിക്കണം. ഞാൻ അത് മേടിക്കാൻ പോവാണ്. നമുക്ക് പോയി നമ്മളെ നാട്ടിലൊക്കെ പോയി മേടിക്കുന്നൊക്കെ നമുക്ക് കാണിക്കാം. 50 രൂപ ചിക്കൻ. ചിക്കൻ നിങ്ങൾ നോൽമ്പ് കഴിഞ്ഞില്ലേ? ഇന്ന് കയ്യണ്ട. നിങ്ങൾക്ക് എത്ര ദിവസമായി? അപ്പോൾ ചിക്കൻ വേണ്ടാന്ന് പറഞ്ഞു. 41 നോൽമ്പ് നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ ചിക്കൻ വേണ്ടാന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വെജിൽ തന്നെ പിടിക്കാം. അവിയൽ, ഉപ്പേരി ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണ്ട, ഞാൻ അമ്മ സമ്മതിക്കൂല. അമ്മ നോൽപ്പിലാണ്, ഞങ്ങളെ സമ്മതിക്കില്ല. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോയിട്ട് വേണ്ട, അമ്മയുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നേരെ പോവാ, നേരെ പോയിരുന്ന അവിയലിനുള്ള സാധനങ്ങളൊക്കെ പോയി മേടിച്ചു തരാം ഗൈസ്. അപ്പോൾ അവിയൽ ആരാ വെക്കുന്നത്? ചിഞ്ചു വെക്കണ്ട, ചിഞ്ചു വെച്ചാൽ ശരിയാവില്ല. അവിയൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഓൻ വെച്ചാൽ. ഞാൻ വെക്കുന്നില്ല, അമ്മ വെച്ചാൽ മതി. അപ്പോൾ നേരെ പോയി അവിയലൊക്കെ വേണ്ട. ഇത് ചെറിയ കുഞ്ഞു വീഡിയോ ആയിരിക്കും, നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്, കഴിക്കുന്നത്, അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാണ്. അപ്പോൾ നേരെ ഞാൻ പാലങ്ങാട്ട് പോയിട്ട് സാധനം മേടിച്ച് തരാം. സൂപ്പർ മാർക്കറ്റ് പോട്ടെ ഗൈസ്. കടയിൽ വന്ന് നമ്മൾ എടുക്കണം പോയി തൈരൊക്കെ. വേറെ ഒന്നുമല്ല കേട്ടോ, അനുഷിക്കാക്കാണ്ടേ, നമ്മുടെ അനുഷിക്കാക്കാണ്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇവിടെ വന്ന് തൈര് എടുക്കുക. ഇപ്പോഴേക്ക് തൈര്, പച്ചക്കറി അനുഷിക്കാക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല പച്ചക്കറി കിട്ടും ഇവിടെ വന്നാൽ, നമ്മൾ തന്നെ കൊണ്ട് അങ്ങനത്തെ അല്ല. പുട്ടാണി പച്ചക്കറി റെഡി. ഇനി അത് എടുത്തിട്ട് ഇതാ പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് പാലങ്ങാട്, ഞങ്ങളുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റ് ഗൈസ്. തൊണ്ടവേദന അതിനെക്കൊണ്ട് റെഡി വരിക. ഇതാ വ്ളോഗാണിത് കണ്ടോ, മുട്ട എടുക്കുന്നത് അതന്നെ എല്ലാം കൊടുക്കും. അതിനെയൊക്കെ ഗംഭീര വ്ളോഗ് വരാനുണ്ട്. അപ്പോൾ നമ്മൾ നല്ലോണം ഉൾപ്പെടുത്തുന്നുണ്ട്. ആരൊക്കെ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട്. ചാടിക്കാനുള്ള നേരമല്ല. നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങി ആ വീട്ടിലെത്തി. ഇതാ ഒരുത്തെന്താ കുട്ടാണി ആടുന്ന് മുങ്ങിയതാ ഗൈസ്, വീഡിയോ കൊടുക്കുന്നതിൻ്റെ മുന്നേ. അപ്പോൾ അതാ പച്ചക്കറിയൊക്കെ വാങ്ങി. ഇനി അവിയലുണ്ടാക്കണം, ചിഞ്ചു ആക്കിക്കോളൂ. സംസാരിക്കാൻ തീരെ വയ്യ. പിന്നെ ഇങ്ങല്ലാണ്ട് പിന്നെ വേറെ ആര്? ഓന് കുട്ടാണിക്ക് എന്തോ വേണമെന്നാണ്. എന്താ കുട്ടാണി പൈസ ഇല്ല, കേട്ടില്ല, കേട്ടിക്കോ. അങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങിയത് അവിടെ എത്തിക്ക്. ഇതാ കുട്ടാണിതാ
ഓൻ ആർന്ന് മുങ്ങിയതാ അപ്പം ഇവിടെ പൊന്തിക്കും ഓൻ എന്തോന്ന് വേണമെന്ന് പറഞ്ഞിട്ട് വന്നതാ ചാർജറൊക്കെ ചാർജില്ല ഫോൺ കുത്തിയിട്ടാ വന്നു ചിഞ്ചുണ്ട് ആടാ ഞാൻ നോക്കുന്നത് അല്ല എന്താ സിനിമ കയറ്റാനോ അങ്ങനെ എന്തോ അപ്പോൾ അവിയിൽ ചിഞ്ചു ഉണ്ടാക്കിയോ ഇതാ ചേന മുറുക്കിയാണ് ചിഞ്ചുട്ടെ ചിഞ്ചു കൈ ചൊറിയിട്ടോ എനിക്ക് വല്ലപ്പോഴും അടുക്കളയിൽ കയറി കഴിയുന്നില്ല കണ്ടോ മുഖം താത്തി നിൽക്കുന്നത് ഓൻ്റെ വിചാരം വേനെ മാത്രമേ എന്താ എന്ത് ചേന അമ്മേ ചേന ആരാ കൂടുതൽ ഇവിടെ മുറിച്ച് തരല് കാര്യം പറയും ചിഞ്ചു ആണോ അമ്പ് ആണോ അമ്പുവാണ് പക്ഷെ എന്നാ അമ്പു എന്ത് വിഡ്ഡിന്നോ അമ്പുവിന് കയ്യായി എന്ത് കയ്യായി ഇത് നോക്കി പാലങ്ങാട്ട് അങ്ങാടിയില് നടന്ന് പോയി വാങ്ങി ഇത്രയും ദൂരം നടന്ന് പോയിട്ടോ ഞാൻ പോകുന്ന വഴിക്ക് വണ്ടി പെട്രോൾ തീർന്ന് മറ്റേ ആക്റ്റീവല് അപ്പൊ ഞാൻ ചെയ്ത് നടന്നു പോയി വാങ്ങി ഇപ്പൊ ഇവര് കണ്ടിക്കല്ല ഞാൻ നടന്നു പോയി വാങ്ങുന്നത് നടന്നു പോയാണ്ട് പിന്നെ പെട്രോൾ പമ്പ് 2-3 കിലോമീറ്റർ ദൂര ആടേക്ക് ഞാൻ കുപ്പി എടുത്ത് പോയി പെട്രോൾ വാങ്ങി അതിലൊഴിച്ച് ഇത് വാങ്ങി വന്ന് ഞാന് പേരിയാ ബീട്രൂട്ട് പേരിയാണ് ഗൈസ് അത് ഞാൻ ഉണ്ടാക്കുന്നേ തേങ്ങ താക്കിയമ്മേ വേനെ എല്ലാം ഉണ്ടാക്കണം എന്ന് പറയും ഇവൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാ പിന്നെ ഞാൻ എന്തിനും ഉണ്ടാക്കുന്ന ഗൈസ് എന്താ നാരങ്ങ വെള്ളം ഉണ്ടാക്കും ഒരു നാരങ്ങ വെള്ളം എടുക്കും ചോ നമുക്ക് കുടിക്കാം ഏത് നാരങ്ങ തോലൊക്കെ തോല് പൊളിക്കാണ്ട് തോല് പൊളിക്കാൻ പച്ചക്കായി നല്ലോണം കഴിയാൻ മതി നല്ലോണം വാശി എനിക്കെന്തോ അറിയോ ടേസ്റ്റ് അതാണ് ഉപ്പേരി നാരങ്ങ കഴിച്ച് നമ്മള് നാരങ്ങ കഴിക്കാം ഉണ്ടാക്കട്ടെ ഓൻ ചെയ്യും ഞാനൊന്നും ചെയ്യൂല ഞാൻ കഴിച്ചാൽ തേങ്ങ ചേരട്ടെ അതെങ്കിലും ചെയ്തിട്ട് ഇവർ രണ്ടാളും ഞാൻ പഞ്ഞിക്കിടും ചിഞ്ചു ഞാൻ തേങ്ങ ചേരുന്നെങ്കിൽ വീഡിയോ എടുക്കുവോ ഇനി മാത്രം ചെയ്യുന്ന ഞാൻ വീഡിയോ എടുക്കുക ഞാൻ എന്താ ചെയ്യുന്നവര് കാണട്ടെ ഞാൻ ചെയ്യലുണ്ട് ഞാനൊന്നും ചെയ്യല്ല എന്നറിയാതെ കൈസ് എന്ത് ചെയ്യാനാ ഞാൻ ഇപ്പൊ എന്നാ തേങ്ങ ചേരട്ടെ ഞാൻ ചേരുന്നു ഞാൻ അധ്വാനിക്കുന്ന എടുത്തില്ലേയും പ്രശ്നമൊന്നുമില്ല ഞാൻ ഹെൽപ്പിംഗ് മെന്റാലിറ്റി നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർ അറിയരുത് ഒരു കൈ സഹായം ഒരാൾക്ക് കൊടുക്കുമ്പോൾ മറുകൈ അറിയരുത് എന്ന് അറിയുന്നത് അതുപോലെ ഞാൻ ചെയ്യുന്ന സഹായം വേറെ ആരും അറിയണ്ട ഞാൻ തേങ്ങ ശരി കഴിഞ്ഞിട്ടോ മിക്സിയിലിട്ട് തേങ്ങ എന്താക്കുന്നുണ്ട് അതാ ക്യാരറ്റ് കയ്പ പിന്നെ പച്ചക്കായ കരിഞ്ഞ് വെച്ചിക്ക് അവിയിലേക്ക് പിന്നെ മുരിങ്ങക്കായ ആടുണ്ട് സാമ്പാർ നമ്മുടെ തേങ്ങ അരച്ച ഗംഭീര നമ്മുടെ കോഴിക്കോട് നാടൻ സാമ്പാർ മറ്റ് സ്ഥലങ്ങളിൽ കിട്ടുന്ന സാമ്പാറല്ല ഞങ്ങളെ സാമ്പാർ കോഴിക്കോടൻ മലബാർ ഏരിയയിലെ സാമ്പാർ കഴിച്ച ഗൈസ് കോഴിക്കോട് സാമ്പാർ കഴിച്ച ഗൈസ് നിങ്ങൾ പിന്നെയും കഴിക്കൂ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഓന് ഇവിടുത്തെ കുക്കാണ് ഗൈസ് മെയിൻ കുക്ക് ഞാൻ ടേസ്റ്റ് ചെയ്യുന്ന ആളാണ് അമ്മ അഭിപ്രായം പറയുന്ന ആളാണ് ഒക്കെ റെഡി ആക്കിട്ട് ഒന്നും ചെയ്യൂല വീഡിയോ ചിഞ്ചോന്റെ കാര്യല്ലേ ഞാനെന്ത് എന്താണ് ഗൈസ് വിളവൊന്നുമില്ല ഗൈസ് നിങ്ങൾ എന്താ പറയാ എനിക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്ന ഇഷ്ടം അവരിങ്ങനെ എടുക്കല്ലോ അവര് കുറ്റം പറയണ്ടേ നന്നായില്ല നമ്മള് കുറ്റം പറയണ്ടേ തിന്നുമ്പോൾ ഇതെന്തോ വാട്ടാ സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാൻ പറഞ്ഞാൽ നമ്മൾ കഴിക്കൂല നല്ല സാധനം കഴിക്കണം നല്ല സാധനം കഴിച്ച വയറ് നിറയുന്നിട്ട് ഉച്ചക്ക് നല്ല ഉണ്ണിയുറക്കം അടിപൊളി കഴിച്ച് അന്തസ് നല്ല വയറ് നിറച്ച് കഴിച്ചിട്ട് കുറച്ചുറങ്ങുക അന്തസ് ഇതിലും വലിയ അന്തസ് എവിടെയും കിട്ടാനില്ല ഇത് കഴിച്ചിട്ട് എന്തൊക്കെയോ പണിയുണ്ട് നോക്കാക്കെ ബാക്കി പണിയൊന്നുമില്ല ഇതാരും എന്നോട് അവിയലുണ്ടാക്കാനൊന്നും പറഞ്ഞില്ല കേട്ടോ എനിക്ക് കുറച്ച് ചോറും ചമ്മന്തിയും കിട്ടിയ ഞാൻ തിന്നു അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ അക്കി നിന്നുണ്ടേ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ ഇവിടെ ക്ലിയർ കുറവുണ്ട് ഇവിടെ ക്ലിയർ ഉണ്ട് വേണോ അപ്പം ഗൈസ് അപ്പോൾ ഒക്കെ ഉണ്ടാക്കട്ടെ എന്നിട്ട് ബാക്കി കാണിച്ചു തരാം ഉണ്ടാക്കിക്കോട്ടെ അതായിരിക്കും നല്ലത് ഞാൻ ഇങ്ങനെ കളകളാന്ന് പറയുമ്പോൾ അവന് ശ്രദ്ധ പോകുന്നുണ്ട് അവന് പണിയെടുക്കാൻ മടി ഗൈസ് അപ്പോൾ ഉണ്ടാക്കട്ടെ നമുക്കത് കാണാം ഗൈസ് ഇതാ നമ്മുടെ അവിയിലേക്കുള്ള സാധനമൊക്കെ ചട്ടിയിലാക്കിയിട്ടുണ്ട് ഇതാ ഇവിടുത്തെ പാചകക്കാരൻ മഞ്ഞപ്പൊടിയൊക്കെ കുറച്ച് ഇട്ടാൽ മതി കേട്ടോ നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ എനിക്ക് അറിയുമ്പോൾ ഇട്ടാ കഴിഞ്ഞതിനൊക്കെ എന്തോ ആക്കിക്ക് അല്ല ഇത് വീഡിയോ
ഉണ്ട് ആ ഇതാ മഞ്ഞപ്പൊടി ഇട്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് തൈര് വയ്ക്കണ്ടേ? തൈര് നോക്കാനായില്ല. ഇതൊന്ന് വേവട്ടം പൂട്ട് ഇങ്ങനെ എന്തെന്നാണ് ഇത്? എനിക്ക് ചെറിയ ചട്ടിയാ അമ്മ എടുത്തത്. വലിയ ചട്ടിയില്ല. ഇതൊന്ന് വേണം. ആ എന്നിട്ടാണ് തൈരും അരച്ച തേങ്ങ ഒക്കെ വെക്കുക. തേങ്ങ അരച്ച് തേങ്ങ അരച്ച് വെച്ചിട്ടില്ലെങ്കിൽ തേങ്ങ ഞാൻ ചെറിയ തേങ്ങ അല്ല, അതുകൊണ്ട് അത് ഇങ്ങനെ നല്ലോണം ചെരി കിട്ടി. അല്ല ഇതായി നിപ്പേരിയായി. വേറെ ഒന്നും ഇല്ലല്ലോ. അവിയലും ഉപ്പേരിയും പപ്പടവും അച്ചാറും അച്ചാറിനോട് വാങ്ങാൻ പോയി മറന്നു നിൽക്കി. ഇനി ആരെയും പലനാട്ടിൽ പോവുകയാണെങ്കിൽ നമുക്ക് വാങ്ങിപ്പിക്കാം. എന്നെ കൊണ്ട് ഇനി പോകാനാവില്ല. അല്ലെ നമുക്ക് എന്താക്കാം? ഉപ്പിലിട്ട് എന്തോ ഉണ്ടാകുമല്ലോ ഐറ്റംസ്. അതൊക്കെ ഒന്നായി കോല ഉണ്ടോ ഗൈസ് അടുക്കളേൻ്റെ? ഇവിടെ എന്തെങ്കിലും ഒരു പണി എടുക്കുമ്പോഴുള്ള കോലതാ. ഇതൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കിയേക്കാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പാത്രം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇത്? ഞങ്ങളിവിടെ അടുപ്പിലുള്ള വെണ്ണീരൊക്കെ എടുത്ത് സ്റ്റോക്ക് ചെയ്യുന്ന. ഇത് ഫുള്ളായി കഴിഞ്ഞിട്ട് ഞങ്ങൾ ചാക്കിലേക്ക് ആക്കും. ഇല്ലേ അമ്മേ? അപ്പോൾ എന്നും ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവച്ച് വാരിയിടുമ്പോൾ ഒന്നായിട്ട് നിലത്ത് തോയും. അപ്പോൾ അവിടെ ഒരു പാത്രം വെച്ചു ഗൈസ്. ഇതാണ് ഞങ്ങളെ അടുക്കള. പാത്രം കൊണ്ടുള്ള കളി ഉണ്ടതാ ഗൈസ്. ഉണ്ടോ പാത്രം? ഇതൊക്കെ അമ്മ അടുക്കി വെക്കുക ഐറ്റംസ്. പിന്നെ ഇതാ പാത്രം, വലിയ പാത്രങ്ങൾ ഇതാ. ഇവിടെ നമ്മൾ അരി, ഗോതമ്പ് പൊടി, അരിപ്പൊടി, അരി, ഫ്രിഡ്ജ് ഇതാ അവിടെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് അമ്മ. കണ്ടോ പാത്രം കഴിഞ്ഞില്ല. കണ്ടോ അടിയിലുള്ള പാത്രങ്ങൾ കണ്ടോ? ഇതൊക്കെ വീട്ടിലെ പാത്രങ്ങളാ. ഇതൊക്കെ എന്തിനാ അമ്മ ഇവിടെ ഇത്രയും ശേഖരിച്ച് വെക്കുന്നതെന്ന് അറിയൂല. ഇരുമ്പിപ്പുളി എന്തിനാ അമ്മേ? അച്ചാറിടെ. ഓക്കെ അമ്മ അച്ചാറിടുന്നുണ്ട് ഇരുമ്പിപ്പുളി. അപ്പോൾ അച്ചാറ് കൈ ഇരുമ്പിപ്പുളി. നമുക്ക് ഇരുമ്പിപ്പുളി ഉണ്ടായിട്ടോ തോനൊക്കെ ഓരോരുത്തർ പറിച്ചു കൊടുത്ത് മാലിന്യങ്ങൾ മുറുക്കി. ഞാൻ വല്യച്ഛനോട് വർത്താൻ പറയട്ടെ. എന്താ അമ്മ പ്ലീസ്? പേര് റെഡി, ഇതൊക്കെ ആക്കി സാമ്പാർ റെഡി. ഞാൻ വല്യച്ഛനോട് കഥ അറിയാൻ പോവാണ്. അച്ചാറിനുള്ള ഇരുമ്പിപ്പുളി സെറ്റാക്കി അമ്മ നോക്കുക. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മ കാണുമ്പോൾ അമ്മ അച്ചാറിനുള്ള അമ്മ ഇവിടെ വെക്കട്ടെ. എന്തോ വറവിടാൻ എന്തോ സംഭവം ആക്കുന്നുണ്ട്. നമ്മൾ അവിയലിതാ ചിഞ്ചോട്ടെ. അവിയലിതാ ഗംഭീർ ഗൈസ്. എന്താണ് അവിയല് സെറ്റ്. കടുകിടാള അങ്ങനെ നോക്കണം. ഇടുമ്പോ പൊട്ടിത്തെറിക്കും കേട്ടോ മൊത്തം. എന്ത് ഇവിടെ നിന്ന് തിരിയാനുള്ള സ്ഥലമല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് മാറിക്കും. നിങ്ങൾ എടുത്തോളിയേക്കാം. തൈര് വെച്ചില്ല ചിഞ്ച? തൈര് വയ്ക്കി ഉണ്ടോ? ഇതിപ്പോ എന്തില്ല അവിയിലേക്കുള്ള അഞ്ചോ സാമ്പാറിലേക്കുള്ള? വീട്ടിലെ ആരെങ്കിലും ഒരാൾ പോരെ പാചകം ചെയ്യാൻ? ഓനറിയാൻ കൊണ്ട് ബസ്സല്ല. ഓണ്ടാക്കിയാൽ ഞാൻ ഉണ്ടാക്കിയ പോലെയല്ലേ. ഉപ്പ് വേടി. ഓനെ ഇടയ്ക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും, സഹായിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അമ്മായി. അച്ചാർ നിങ്ങൾ അച്ചാർ വേക്കിയോളി. തൈര് വയ്ക്കാൻ തൈര് വെച്ചാട്ടെ. തൈര് അതാ ഒട്ടിക്കുന്ന. തൊട്ടാ പോയി. ഞാൻ തൊടുന്നില്ല. തൈര് കുറച്ച് നോക്കി വയ്ക്കട്ടോ. മതി ഓറ വയ്ക്കരുത്. എനിക്ക് അറിയൂല, ഇതൊക്കെ അമ്മ പറഞ്ഞു തരികയല്ലേ. എന്നിട്ട് ഉണ്ടാക്കും പോലെ തൈര് ഒഴിച്ച അവിയൽ. കുറച്ചും കൂടി വേണോ? റെഡിയാ? റെഡി. ഓക്കെ ഇനി ഇത് വെളിച്ചെണ്ണ ലാസ്റ്റ് ഒഴിക്കുക. അപ്പോളേ ഒഴിക്കില്ല. ഓന അറിയാട്ടോ, ജിഞ്ചുനല്ലോ അറിയാം. ഇതിപ്പം കടുക് തിളച്ചോട്ടെ. ചൂടാക്കാൻ പാടില്ല തൈര്. എനിക്കറിയാം. സമയം പോന്നെങ്കിൽ പയിക്കുന്നുണ്ടേ. വേഗം നോക്കി രണ്ടാളും. വെളിച്ചെണ്ണ മണപ്പിച്ച് നോക്കടാ. വെളിച്ചെണ്ണ നടുവിലും. ഓക്കെ ഓക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് പേരിയായി അവിയലായി. ഇനി പപ്പടം വേണം. അച്ചാറെന്നത് ഇത് ഞാൻ അരിഞ്ഞാട്ടോ ഗൈസ്. ഇരുമ്പിപ്പുളി ആക്ക്. അങ്ങ് വറവായില്ലടോ.
ഒന്ന് കറക്കാണ്ട് മുളക്. വീഡിയോ അങ്ങനെ എടുക്കാൻ വെച്ചാൽ കൈ കോയുന്നു. ഇതൊക്കെ ഒരു അധ്വാനം തന്നെ വീഡിയോ എടുക്കാന്ന് അറിയും. പപ്പടം പൊരിച്ചിട്ട് പാത്രത്തിലേക്ക് ഇടണേ. ഞാൻ നോക്കി ഞാനും വല്യച്ഛനും ഭക്ഷണം കഴിക്കട്ടെ. ഇല്ല വല്യച്ഛാ കേസ് ഇവിടെ ഒരാളുണ്ട് കേട്ടോ ഉത്തിരിക്കുന്നത്. ഞങ്ങളെ വല്യച്ഛൻ്റെ ഇലയൊക്കെ മുറിക്കുകയാണ്. നമ്മൾ പ്ലേറ്റ് തിന്നല്ലേ വല്യച്ഛാ? ഞാനും വല്യച്ഛനും കഥ പറഞ്ഞു ഒത്തിരിക്കുക അല്ലേ വല്യച്ഛാ? വല്യച്ഛന് വയ്ക്കുന്നില്ല അക്കും വയ്ക്കും. ഞങ്ങൾ ഇവിടെ കഥ പറഞ്ഞു ഒത്തിരിക്കാം. ഇനിയിപ്പോൾ ഇല കിട്ടണം. മുകളിൽ പോയ ഇല മുറിച്ചാൽ ശരിയാവില്ല. ഇവിടെ ഇവിടെ ഉണ്ടോ നോക്കട്ടെ. നമ്മൾ എത്ര ഉണ്ട്? 1 2 4 ഇല പോയി മുറിച്ച് വരാം ഗൈസ്. ഇല മുറിക്കുന്നത് ഞാൻ എടുക്കുന്നില്ല. എനിക്കിങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ എടുക്കില്ല. ചെയ്ത് കഴിഞ്ഞിട്ട് പറയും ഞാൻ ചെയ്തു, അത്രയേ ഉള്ളൂ. പപ്പടം പൊരിക്കുക. പപ്പടം പൊരി ഇതിലിടും കേട്ടോ. വെളിച്ചെണ്ണ നല്ലോണം ഇതാവട്ടെ. ചൂട് ഗ്യാസിന് എന്തോ കംപ്ലൈൻ്റ് ഉണ്ട്. അതിന് ഓഫായി പോന്നാടോ. തിരിക്കുമ്പോൾ പൊട്ട ഗ്യാസ് കത്തിക്കാൻ അറിയില്ല. അമ്മ ചോറാ വിളമ്പുന്ന നമ്മളെ ഇലയൊക്കെ മുറിച്ച് വന്നു കൊടുക്കുക ഇഷ്ടം. റേഷനരിയാണ് കേട്ടോ. അപ്പോൾ ഇതാ പപ്പടം പൊരിച്ച് വെച്ചു. തന്നെ അങ്ങനെ പൊരിക്കും. യെസ്, എന്താ പൊള്ളരുന്ന പൊരിക്കാൻ അറിയില്ല എനിക്ക്. അമ്മ അച്ചാർ വേയാക്കി ഒരിക്കൽ 2 പപ്പടം കേട്ടോ ഇഞ്ചോ. അല്ല ഈ 2 എല്ലാം അല്ലേ കഴിക്കുമ്പോൾ നല്ലോണം മനസ്സറിഞ്ഞ് കഴിക്കുക. പപ്പടം നല്ലോണം വേണം. മനസ്സറിഞ്ഞ് എല്ലാം റെഡി ഇടാ ഗൈസ്. ഇതും കൂടി കണ്ടോളൂ. സാമ്പാർ റെഡി, അടിപൊളി. സാമ്പാർ കാണുമ്പോൾ തന്നെ കൊതിയാണ് ഗൈസ്. അവിയൽ കാണുമ്പോൾ പിന്നെയും പറയണ്ട, കൊതി, നാവിൽ വെള്ളം മൂടുന്നു. ഇഷ്ടമുള്ള പേര് കേട്ടോ. എനിക്ക് ബീട്രൂട്ട് പേര് ഇഷ്ടമാണ്. ചുവന്ന ബീട്രൂട്ട് പേര്. ഇത് ചൂടുവെള്ളം ഇവിടെ ഉണ്ടാവും. ആ ചൂടുവെള്ളം കരുവമ്പിൻ്റെ ഇല ഇട്ടിട്ടാണ് അമ്മ ചൂടുവെള്ളം. പപ്പടവും റെഡിയായി. ചോറ് ഗൈസ്, ചോറും റെഡിയായി. പിന്നെ ഞാൻ കഴിക്കാൻ ഞാനും റെഡിയായി. ചിഞ്ചിങ്ങി റെഡിയല്ലേ കഴിക്കാൻ? അമ്മ റെഡിയല്ലേ? വല്യച്ഛൻ റെഡിയാണ്. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ നോക്കട്ടെ ഗൈസ്. അപ്പം അച്ചാറുണ്ട്. അച്ചാർ വേഗം അമ്മ റെഡിയാക്കും തന്നെ. അച്ചാറും കൂടി റെഡിയാക്കിയാൽ ഞങ്ങൾ കഴിക്കാൻ നോക്കും. അപ്പം അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അമ്മ ഇരുമ്പ് പുളിയുടെ അച്ചാർ അമ്മ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കുക ഗൈസ്. ഇതാ അച്ചാർ റെഡി ആയിട്ടോ. അമ്മ ഇതിലെന്തൊക്കെ ഇട്ട്? ഉലുവ, ജീരകം, ശർക്കര. ഇപ്പം ഇത് ആരാ ഉണ്ടാക്കി? അമ്മ ആണെങ്കിൽ ഉണ്ടാക്കി. എണ്ണ ഇതാ ഇരുമ്പിപ്പുളി അച്ചാർ തിളച്ചോണ്ട്. ഇതിപ്പോൾ നിങ്ങൾ എക്കോ ആയിട്ട് പറയും. ഇതിൽ ആരാ? ഞാൻ ഇവിടെ എല്ലായും ഞാൻ ഇല മുറിക്കാൻ പോയപ്പോഴാണ് ഇവർ അച്ചാറുണ്ടാക്കി. ഇത് പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മളവിടേക്ക് ഇരുമ്പിപ്പുളി എന്ന് പറയും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാർ. ഒരു നാടൻ കേട്ടോ. നമ്മൾ പിന്നെ കുറച്ച് സുർക്ക വയ്ക്കണ്ട. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതാ നമ്മളെല്ലാ ഐറ്റംസും അമ്മ എടുത്ത് വെക്കുകയാണ്. അച്ചാറായി, അവിയലായി, പപ്പടായി, ഉപ്പേരിയായി, കൂട്ടുകറീൻ്റെ കുറവും കൂടി ഉണ്ടായി അമ്മ. ആ കൂട്ടമായി ഭക്ഷണം കഴിക്കുമ്പോൾ പച്ചടില്ല. എന്തെന്നാണ് ഞാൻ എന്താ ഇല പോയി മുറിച്ചില്ലേ, തേങ്ങ ചെരിയില്ലേ, പിന്നെ വീഡിയോ എടുക്കുന്നില്ലേ. ഇതല്ലേ കഷ്ടപ്പാട്. വാ 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 വാന്നിങ്ങനെ പറയണ്ടേ. ഞാൻ ഓർക്കുന്ന അടുപ്പത്ത് അവിടെ വെച്ച് അത് തീയിൽ ചൂടായി അത് വെന്തോളും. ഞാൻ എന്തൊക്കെ ചെയ്യണോ? ഇത് വെന്തോ നോക്കിയിട്ട് ഓടി വന്ന് വീഡിയോ എടുക്കണം. ഇല മുറിക്കണം. ഇല മുറിക്കി അങ്ങ് ദൂരത്ത് പോകണം. അത്രയും ദൂരം ഞാൻ നടക്കുക ഗൈസ്. കാൽക്ക് വയ്യ. ഇത്രയും വെയിലത്ത് അച്ചാർ റെഡി ഗൈസ്. അച്ചാർ ഇതാ പാത്രത്തിലായി. നല്ല അച്ചാർ, നല്ല മണമുണ്ട് ഗൈസ്. അതല്ലെങ്കിൽ ഞാൻ കയ്യച്ച അമ്മ റെഡിയാവും. ഇനി കയ്യച്ചാർ റെഡിയാവും. അപ്പം ഞാൻ അച്ചാറിന് മുറിച്ചത് കൊണ്ടാണ് ഗൈസ് ആ അച്ചാറിന് ഇത്രയും ടേസ്റ്റ്. എൻ്റെ കൈ എവിടെയെങ്കിലും ഇതിലോടെയെങ്കിലും ഒന്ന് പോയാൽ മതി. അപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് ഒരുക്കിയിട്ട് കാണിച്ചിരാം ഗൈസ്. അപ്പോൾ ആ ഇലയിൽ എല്ലാം വരുമ്പോഴാണ് അതിൻ്റെ മേശൊക്കെ ഞാൻ റെഡിയാക്കി. ഹെൽമെറ്റ് മാത്രമല്ല അത് കൂടെ അടുത്ത് വെക്കാനേ ഉള്ളൂ. അപ്പോൾ ഒരുക്കി ഇലയിൽ ഇങ്ങനെ വിളമ്പി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അത് കണ്ടാൽ മതി, വയറ് നിറയും. അപ്പോൾ അതും കൂടി കാണിച്ചുതരാം. എന്നിട്ട് ഞങ്ങൾ കഴിക്കും, വീഡിയോ ഉണ്ടാക്കും ഗൈസ്. ഗൈസ് ഇതാ 4 ഇല ഇട്ട് കിട്ടും. നമ്മൾ 4 പേരാള് 4 സ്റ്റൂൾ ഇട്ടു. ഇതാ ചിഞ്ചൂട്ടനാ കൊണ്ടുവരുന്ന അവിയൽ ഒക്കെ വിളമ്പിക്കോ. ചോറ് വിളമ്പണ്ട, ഐറ്റംസ് ഒക്കെ ഒക്കെ വിളമ്പി വെക്ക്. ഇരുന്നോളി, അവിടെ ഇരുന്നോളി. വാരി തരണ്ട, അത്രയും സിമ്പിളായി വാരി തരാൻ.
സ്കൂള് മതിയല്ലോ, കസാല വേണോ? അപ്പോൾ ഒക്കെ വിളമ്പ് ഇഞ്ചു ഞാൻ വിളമ്പാം. ഈ വിളമ്പിയത് ഭംഗിയിൽ കാണുമ്പോൾ ഒരു സുഖ വലിയച്ചാ വിളമ്പിയിട്ട് ഇലയിലേക്ക് നോക്കുമ്പോൾ ഞാൻ പറയാത്തത്. ആ അതുകൊണ്ടാണ് ഒക്കെ ഒന്ന് വിളമ്പ് വലിയച്ഛനും വിളമ്പിക്കൂടി. ചോറ് വിളമ്പുന്നോ? ആ വെള്ളം ചിഞ്ചി എടുക്കും. സാറ് പറ്റുമോ ഇരുമ്പിപ്പുളിന്റെ ചാറ് പേര് ബീട്രൂട്ടാ പേര് സാമ്പാർ കഷ്ണോ സാമ്പാർ എന്താ അമ്മേ? അവിയൽ. അവിയിലോ? ഓ വലിയച്ഛന് പറ്റാതെ ഒന്നുമില്ല. അവിയൽ ഇത് ഇനി എന്തോ ഉണ്ടോ? പപ്പടം പപ്പടം ചോറ് കൊളസ്ട്രോൾ ഇല്ലല്ലോ, പപ്പടം പറ്റൂലേ? പപ്പടം ഇലയിലൊക്കെ വിളമ്പ്. ആടൊക്കെ വെള്ളമൊക്കെ എടുത്തു. ഞാൻ അതാടെ വെച്ചിട്ട് വെള്ളം എടുത്തുണ്ടാ. ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ട് ഫുള്ള് വിളമ്പിട്ട് ഞാൻ കാണിച്ചു വെള്ളം എടുക്കട്ടെ, ഞാൻ ചീത്ത അറിയും. എന്താ നമ്മുടെ സദ്യ, ചെറിയ സദ്യ കേട്ടോ. ഇതിൽ ഇനി ഐറ്റംസ് വരാണ്ട്. ചോറ് വിളമ്പി, അമ്മക്കും വിളമ്പി, വലിയ കുറച്ച് ചോറ് എടുത്തുള്ളൂ. എനിക്ക് വേണ്ടി വരും ചോറ്. ഇല്ല ചോറ് അമ്മ എടുക്കും, ഇപ്പോൾ എടുക്കും. ഞാനിരിക്കട്ടെ ഗൈസ്, എന്നാൽ ഞങ്ങൾ കഴിക്കട്ടെ. ഞങ്ങൾ കഴിക്കുന്ന ഞാൻ എടുക്കുന്നില്ല, നിങ്ങൾ നോണ വരും, പിന്നെ എനിക്ക് വയറ് വേദനയൊക്കെ വരും. നമ്മൾ കഴിക്കുന്ന എടുക്കുന്നില്ല. നിങ്ങൾ കാണൂ ഗൈസ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീട്ടിലെല്ലാവരും കൂടി ഇപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. ഇത് ഞങ്ങൾ പണ്ടേ ചെയ്തു പോകുന്നത്. എല്ലാവരും കൂടി ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി അടിപൊളി. ചിക്കൻ ഇല്ലാഞ്ഞിട്ടല്ലേ, നമുക്ക് ചിക്കൻ പൊരിച്ചെങ്കിലും സെറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നിങ്ങൾ കഴിക്കട്ടെ കേട്ടോ, ബാക്കി വിശേഷം കഴിച്ചിട്ട് അടിപൊളി. ആ ഇങ്ങി വെച്ചിട്ടല്ലേ സൂപ്പറാ. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത് അറിയോ, ഭക്ഷണത്തിൻ്റെ രുചിയിലല്ല കാര്യം. ഫാമിലി ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ഒരു സുഖമായിട്ട് ഒരു ദിവസം നമ്മൾ എല്ലാം ലീവുള്ളന്ന് ഇങ്ങനെ ഒരു ഇലയിൽ സാമ്പാറും ഇതൊക്കെ വെച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. അല്ലാണ്ട് നമ്മൾ മാറിയിരുന്ന ഫുഡ് കഴിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഒരുവിധം എല്ലാവരും നിങ്ങളെ വെള്ളം കൊണ്ട് മാറിയിരുന്ന ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. ബാക്കി എനിക്ക് ഇനി വീഡിയോ എടുക്കാൻ അവർക്ക് വിശക്കുന്നുണ്ട് ഗൈസ്. എന്നാൽ ശരി, ഞാൻ കഴിക്കട്ടെ. ഞാൻ കൈ കുത്തി ഗൈസ്. ചോറൊക്കെ തിന്ന് ഒരാളെ ഇല നിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നിൽക്കാവോ? നക്കുന്ന ടേസ്റ്റാ എന്തെന്നാണോ എടാ നമ്മുടെ സ്വത്തൊക്കെ അതിലുള്ള സ്വത്തല്ല സാധു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യല്ലേ ഗൈസ്? വയറ് നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു, നല്ല ടേസ്റ്റ്. അപ്പം ഈ വീഡിയോ ഇഷ്ടം പറയ് വാ നക്കി കേട്ടെ. നക്കി നിന്നിട്ട് വാ. നക്കി തിന്നാണോ? നക്കി ഇങ്ങോട്ട് നോക്ക്. നക്കി എന്ത് പറയാ അമ്മ വലിയച്ഛൻ എന്താ കഴിക്കുന്നത്? എല്ലാം മടക്കി ഞാൻ നക്കണം ഗൈസ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഭക്ഷണം കഴിക്കാതെ പോയി കഴിക്കട്ടോ ഗൈസ്. ഇതിപ്പം തന്നെ പോസ്റ്റ് ചെയ്യും. ഇപ്പം തന്നെ പോസ്റ്റ് ചെയ്തു. ഇപ്പം തന്നെ പോസ്റ്റ് ചെയ്ത്. അപ്പം ഇന്ന് ഇടാൻ വേണം. അപ്പോൾ ശബരിമലയിലുള്ള വീഡിയോ നെക്സ്റ്റ് പാർട്ട് വേറെ വരാണ്ട്. മറ്റന്നാൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് അത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ദിവസം ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേന്ന്, അതായത് വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ് ഗൈസ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, കൂടെ കൂടിക്കൊള്ളുക, കമന്റ് ചെയ്യുക. പിന്നെ ഇവനെ പോലെ ആയിരുന്നു കേട്ടോ, വീഡിയോ മാത്രം എടുത്താൽ പറയാം, എന്തെങ്കിലുമൊക്കെ പണിയെടുക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ലവ് യു.